എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ചാലക്കുടി നഗരസഭ 24-ാം വാർഡിൽ മുൻ കൗൺസിലർ ലൈജി തോമസ് എന്നുണ്ട്. നമ്മുടെ കെ തോമസ് സാറിൻ്റെ ഒക്കെ ഭാര്യ, ആളും കൗൺസിലറായിരുന്നു. അവരുടെ വീടിൻ്റെ പിറകുവശത്താണ്. ചാലക്കുടി മൊത്തം ഇപ്പോൾ പുലിപ്പേടിയിലാണ്. ശരിക്കും പറഞ്ഞാൽ പുലിപ്പേടി മാറുന്നതിന് ഫോറസ്റ്റ് കൂട് വെച്ചു. പക്ഷേ ഈ പുലി അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നുള്ള സംസാര വിഷയമുണ്ട്. പക്ഷേ ഇവിടെ ലൈജി ചേച്ചി ശരിക്കും നേരിട്ട് കണ്ടു പുലിയെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തിയപ്പോൾ വലിയ ലൈറ്റ് സംവിധാനങ്ങളൊക്കെ വെച്ച് ടോർച്ചൊക്കെ അടിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭാഗം. ഇത് ഇവരുടെ കെ തോമസിന്റെ വീടിന്റെ പിറകുവശമാണ്. ഈ പിറകിലേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുലി ഈ വശത്തൊക്കെ ഇപ്പോൾ കണ്ണമ്പുഴ ക്ഷേത്രത്തിന്റെ അവിടെ നിന്ന് ആ ഭാഗത്താണ് അവസാനമായിട്ട് കണ്ടത്. അപ്പോൾ എങ്ങനെ ഇവിടെ എത്തിയെന്ന് അറിയില്ല. എന്തായിരുന്നാലും ലൈ ചേച്ചി ഇത് കണ്ടു എന്ന് തന്നെയാണ് പറയുന്നത്. ബാക്കി കാര്യങ്ങളും ലൈ ചേച്ചിയോട് ചോദിക്കാം. ഒരു 9:30 നേരത്ത് ഹസ്ബൻഡ് ഇപ്പൊ റോട്ടിൽ കൂടെ വരുമ്പോ എല്ലാവരും പുറത്തിറങ്ങി നിൽക്കണ കാര്യം ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ വീട്ടിലുള്ള ചേട്ടൻ ടെറസിന്റെ മുകളിൽ കിടക്കണേ. അപ്പൊ ആള് പറഞ്ഞു പാടത്ത് എല്ലാവരും ലൈറ്റ് അടിക്കേണ്ടെന്ന് അപ്പുറത്ത് ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു. അപ്പൊ ഓടി വന്ന് ഞങ്ങൾ നോക്കി കഴിഞ്ഞപ്പോ ആ ലൈറ്റിന്റെ വെളിച്ചത്തില് പുലി ഓടുന്നത് ശരിക്കും കണ്ടു. ഞാനും ഫോറസ്റ്റുകാരാന്ന് ഞങ്ങൾ വിചാരിക്കണ. ഞങ്ങളുടെ വീട് അപ്പുറത്ത് ഉണ്ടെന്നാ പറഞ്ഞത്. കാരണം ഞങ്ങൾ അവരെ കാണില്ല, ലൈറ്റേ കാണുള്ളൂ. ആ സമയത്ത് ഓടിപ്പോണത് ഞാനും ഞങ്ങളുടെ വീട്ടിലുള്ള ചേട്ടനും കണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ടോർച്ച് അടിച്ചപ്പോ കണ്ണ് കണ്ട്. കുറച്ചു നേരം കഴിയുമ്പോ കുറച്ചും കൂടി നീങ്ങിയിട്ട് നടന്നു വന്നതായിട്ട് കണ്ട്. പുലിനെ ശരിക്കും അങ്ങനെ ഓടുന്നത് നമ്മൾ കണ്ടു. ആ ലൈറ്റിലാണ് കണ്ടത്. നമ്മള് അവിടെയുള്ള ഓരോരുത്തരെ വിളിച്ചിട്ട് കിട്ടണ്ടായില്ല. അപ്പൊ പഴയ കൗൺസിലർ കൊച്ചുമാത്തേരനോട് വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന ഭാഗത്ത് ഞങ്ങൾ കണ്ടു, അപ്പൊ ആരോടെങ്കിലും ഒന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ അവരും ലൈറ്റ് അടിച്ചുകൊണ്ട് നിൽക്കായിരുന്നു. ഇങ്ങോട്ട് വന്നില്ല, അവരവിടെ തന്നെ ലൈറ്റ് അടിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾക്കൊക്കെ ഒരു പേടിയിലാണ്. പട്ടിയും ഞങ്ങളുടെ ഇവിടെയൊക്കെ ഉള്ള കാരണം കൊണ്ട്, റെയിലിന്റെ സൈഡിലായ കാരണം കൊണ്ട് അവിടെ കൈതയുടെ കാടുണ്ട്. പിന്നെ അപ്പുറത്തേക്ക് കിടന്ന ബിന്ദുവിന്റെ പാട്ട തന്നെ, ബിന്ദു ശശികുമാറിന്റെ അപ്പുറത്തും കാട് പോലെയാണ്. റെയിലിന്റെ സൈഡ് ഒക്കെ കാട് പോലെയാണ് നിൽക്കുന്നത്. ഒന്ന് റെയിൽവേക്കാരോട് പറഞ്ഞ് കാടൊന്ന് വെട്ടിച്ചാൽ നല്ലതായിരിക്കും. കാരണം ഇതിന്റെ ഉള്ളിലൊക്കെ കൈതയുടെ ഇതുണ്ട്. പാടമാണ്, പാടത്തിന്റെ സൈഡാണ് റെയിൽ വന്നെ. റെയിലിന്റെ സൈഡിലാണ് കൈത നിൽക്കുന്നത്. ആ പാടത്ത് നീങ്ങിയിട്ട് 3-4 വീടുകളും ഉണ്ട്. ഇനി അവരെ ഏരിയയിലോട്ട് അങ്ങനെ പോയി പിന്നെ അടിപ്പാതയുടെ ഭാഗത്തേക്ക് പോവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അവിടെ നിന്നൊക്കെ ലൈറ്റ് അടിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും. ഇനി അത് ഏത് ഭാഗത്തേക്ക് ഇനി പോയിന്ന് നമുക്ക് ഇപ്പൊ കറക്റ്റ് പറയാൻ പറ്റില്ല. ഞങ്ങൾ കണ്ടത് കറക്റ്റാണ്.